രജിത് സാറിനെ കുറിച്ച് എന്തെങ്കിലും പറയാമോ? പുള്ളി നല്ല തികഞ്ഞൊരു മത്സരാർത്ഥിയാണ്. കാരണം ചാനലിനേക്കാളും ബുദ്ധിയുള്ള നല്ല ബ്രെയിൻ വർക്ക് ചെയ്യുന്ന ഒരു നല്ലൊരു കണ്ടസ്റ്റന്റ് ആയിരുന്നു പുള്ളി. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഹായ്, നമസ്കാരം. നമസ്കാരം. ഞാൻ സാജു നവോദയ, നിങ്ങളുടെ സ്വന്തം പാഷാണം ഷാജി. ഞാൻ മലയാള പടം ഒന്നും കണ്ടിട്ടില്ല. നിങ്ങളുടെ പേരെന്താണ് പറഞ്ഞത്? പാഷാണം ഷാജി. ദുരന്തോ എക്സ്പ്രസ് ഇവിടെ ഉണ്ടായിരുന്ന? ഞാനിപ്പോ ദുരന്തമൊന്നും പറയാറില്ല. അതൊക്കെ എന്നെ നിർത്തി. ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മളെല്ലാവരും വീട്ടിൽ ഇങ്ങനെ അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ബായ് ദുരന്തം പറച്ചിലൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട്. കാരണം ഒരു തരത്തിൽ പറഞ്ഞ ഈ ഒരു യുദ്ധത്തിൽ നമ്മളും പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾക്ക് വേണ്ടി സ്വന്തം ഫാമിലിയും എല്ലാം വിട്ട് രാപകലില്ലാതെ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒത്തിരി പോലീസ് ഓഫീസേഴ്സ് ഉണ്ട്. അത് മനസ്സിലാം. ഈ ലോക്ക്ഡൗൺ സമയത്ത് ഞാൻ വീട്ടിൽ ഫുൾ ടൈം പാചകം തന്നെയാണ്. വൈഫിൻ്റെ കൂടെ പാചകവും പരിപാടികളൊക്കെ ആയിട്ട്. മുറ്റമടിയും തുണിയലക്കും പാത്രം കഴുകലും ഒക്കെ ഇനി ഞാൻ ചെയ്തോളാം. ഇവിടെയും ഞാൻ നല്ല കുടുംബിനിയായിരിക്കും. ഇയാൾ ആണുങ്ങൾ ചെയ്യണ ജോലി മാത്രം ചെയ്താൽ മതി. പിന്നെ കുട്ടികളുണ്ട്, അവരോടൊപ്പം കളികളും കാര്യങ്ങളുമായിട്ട്. വിഷമം ഉള്ള കാലഘട്ടമാണെങ്കിലും നിങ്ങളുടെ വിഷമോ എന്റെ വിഷമവും കൂടെ ചേർന്ന അത് നമ്മുടെ വിഷമമാകും. ഈ നമ്മുടെ വിഷമം എന്തുവാ? അത് ഈ നാട്ടുകാരുടെ വിഷമമാണ്. എനിക്ക് ഈ ഒരു അവസരം എൻ്റെ വീട്ടുകാരോടൊപ്പം കഴിയാനായിട്ട് കിട്ടിയതിൽ ഒത്തിരി ഭാഗ്യമായിട്ട് കരുതുകയാണ്. സന്തോഷത്തിലല്ല പറയണത്. നാട് മൊത്തം കരയുമ്പോൾ നമ്മൾ വീട്ടിൽ സന്തോഷിക്കാൻ പാടില്ല. ആർ നിവിൻ രാജ് ചേട്ടൻ ബിഗ് ബോസിൽ പോകേണ്ടായിരുന്നു. 100% ഞാൻ യോജിക്കുന്നു. നമ്മളുടേതായിട്ടുള്ള എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ വരവിൽ കൂടുതൽ ചെലവ് കണ്ടെത്തണം. ചെലവ് എന്ന് വെച്ചാൽ ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. പക്ഷെ ഇറ്റാലിയൻ മാർബിളിനൊക്കെ എന്താ ഇപ്പൊ വില? ഗിരീഷെ, പുതിയ സിനിമകൾ ഇങ്ങനെ ഓരോന്ന് സ്റ്റാർട്ട് ചെയ്യാൻ ഉള്ള കാര്യങ്ങളൊക്കെ വിളിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ്, പുതിയ സിനിമയുടെ ഭാഗമാണ് ഇപ്പൊ ഇതെല്ലാം താടിയൊക്കെ വളർത്തിയിരിക്കുന്നത്. ഒരു ദിവസം ഷേവ് ചെയ്യില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാണ്. പുതിയ സിനിമയാണ് ഈ പറഞ്ഞ. ഒരു 3 സിനിമ നമ്മൾ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു വെച്ചിരിക്കുന്നു. ഈ തുടങ്ങാൻ പോകുന്നത് ഏതൊക്കെയാണ് സാർ? ജൂലൈയിൽ ഇരുകാലി മൃഗം. നല്ല പേര്. ഇതിൽ ആരാണ് സാർ ഇരുകാലി? ഞാനല്ലാതെ വേറെ ആരും. സ്റ്റാർട്ട് ചെയ്യാൻ എപ്പോഴാന്ന് കറക്റ്റ് അറിയില്ല. നിങ്ങൾ നല്ല മനുഷ്യരായിരുന്നു, പക്ഷെ ആര്യമോളുടെ ടീമിൽ അംഗമാണ്. ഞാൻ ആരുടെയും ടീമിൽ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ പെട്ടതല്ല സാർ. ഏതായാലും വന്നതല്ലേ, അതിരിക്കട്ടെ. കാരണം ഇതൊരു മത്സരമാണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. പാട്ട് പാടുവോ? പാട്ടൊക്കെ പാടാം. ഫീൽഡിൽ നടന്ന് ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ള ആൾക്കാരാണ്. ആ പരിചയത്തിന്റെ പുറത്തുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലാതെ എനിക്കറിയാം ഇതിന്റെ ഡെഡ് എൻഡിൽ ഒരാൾക്ക് മാത്രം പ്രൈസ് ഉള്ളൂ. അപ്പൊ ആരെയും ഞാനും കൂട്ടുപിടിച്ചിട്ട് ഇത് എന്തായാലും ഷെയർ ചെയ്തെടുക്കാൻ പറ്റില്ല. ഒടുക്കം നമുക്ക് രണ്ടുപേർക്കും കിട്ടിയില്ലല്ലേ. ചേട്ടന്റെ ഫാമിലിയെ കുറിച്ച് പറയൂ. അവർ സേഫാണ്? എന്റെ ഫാമിലി, എന്റെ വൈഫ് രശ്മി, ഞാൻ എന്റെ ഭാര്യ ഉണ്ടല്ലോ, വരച്ച വരയിൽ നിർത്തി